ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു അമ്പലമാണ് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. ഇതാണ് കളർകോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ആലപ്പുഴയിലെ പുരാതനവും പ്രശസ്തവുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളർകോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനേക്കാൾ മുൻപേ ഇവിടെ സ്ഥിതി ചെയ്തതായി കരുതപ്പെടുന്നു. കല്യക്രോഡമുനി തപസ് ചെയ്ത് ശിവദർശനം ലഭിച്ച സ്ഥലമാണിത്. മുനിയുടെ പേരിൽ കല്യക്രോഡപുരമെന്നും ഇതറിയപ്പെട്ട് അതിനുശേഷം അത് പരിണമിച്ച് കളർകോടായി തീർന്നു. സ്വയംഭുവായ ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഏറ്റുമാനൂരിലെ ശിവന്റെ അതേ ചൈതന്യമാണ് ഇവിടുത്തെ ശിവനിലും എന്നാണ് വിശ്വാസം. ആലപ്പുഴ നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറി ദേശീയപാത 66 അടുത്തായിട്ടുള്ള SD കോളേജിൻ്റെ എതിർവശത്താണ് ഈ ക്ഷേത്രം. ഗണപതി, പാർവതി, നാഗരാജാവ് തുടങ്ങിയ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. തിരുവുത്സവവും ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. കേരളത്തിൻ്റെ വാസ്തുവിദ്യയുടെ ഭംഗി വിളിച്ചോതുന്ന ചെമ്പുമേഞ്ഞ കോവിലും വലിയൊരു അമ്പലക്കുളവും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. തിരുവുത്സവം തുലാം മാസത്തിലാണ് നടക്കുന്നത്. അതായത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വാർഷിക ഉത്സവം ഇവിടുത്തെ പ്രധാനമാണ്. അമ്പലത്തിൻ്റെ തൊട്ട് മുൻവശത്തായി കുറച്ചു മാറി ഒരു നന്ദിയും കൽവിളക്കും കാണുവാനായിട്ട് സാധിക്കും. അമ്പലക്കുളത്തിനു ചുറ്റും ചെറിയൊരു നക്ഷത്രവനം പോലെ കാണുവാനായിട്ട് സാധിക്കും. ഈ അമ്പലം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8:30 വരെയും തുറന്നിരിക്കും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. കല്യക്രോഡമുനിയുടെ കാലം മുതൽ തന്നെ ഇവിടെ പൂജകൾ നടന്നു വരാറുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ പറയാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഓരോ സപ്പോർട്ടും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് കണക്ക് നിങ്ങൾക്ക് അമ്പലങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ ടെമ്പിൾ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അമ്പലങ്ങളെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ദിവസവും 3 നേരം ഈ അമ്പലത്തിൽ പൂജ നടക്കാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു വീഡിയോ ആയി കാണുന്നവരെയും ബൈ ബൈ.